നമസ്കാരം, ഞാൻ പഴയടം മോഹൻ നമ്പൂതിരി. കലോത്സവത്തിൻ്റെ രണ്ടാം ദിവസമായി ഇന്നത്തെ ദിവസം ഞങ്ങൾ 35,000 ആൾക്കാരാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നത്തെ സ്പെഷ്യലായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്ന കുട്ടികൾ കലവറയിൽ എത്തിച്ചിരിക്കുന്ന ക്യാരറ്റ് കൊണ്ടുള്ള സ്പെഷ്യൽ ക്യാരറ്റ് പായസമാണ്. കണ്ടല്ലോ, തിരുമേനി കുറച്ച് തിരക്കിലാണ്. ക്യാരറ്റ് പായസമാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി ഇവിടെ ഏകദേശം തൊട്ടടുത്ത സ്റ്റേജിൽ നടക്കുന്നത് വൃന്ദവാദ്യമാണ്. അപ്പോൾ അതിൻ്റെ ഒരു മേളക്കൊഴുപ്പിനനുസരിച്ച് ഇവിടെ പാചക കൊഴുപ്പും ഏറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്യാരറ്റ് പായസം ഞാനിതുവരെ വേറെ എവിടെയും കഴിച്ചിട്ടില്ല. കലോത്സവത്തിന് എത്തുന്ന എല്ലാവർക്കും ഒരു അനുഗ്രഹമാണെന്ന് തന്നെ പറയാം പഴയടം തിരുമേനി ഇവിടെ ഉള്ളത്. കാരണം ഓരോ ദിവസവും ഓരോ സ്പെഷ്യൽ വിഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കണ്ടാലറിയാം, ക്യാരറ്റ് പായസം തിളച്ച് മറിയുകയാണ്. ഒന്നല്ല, 2 ചെമ്പിൽ, വലിയ 2 ചെമ്പിൽ ക്യാരറ്റ് പായസം ഒരുങ്ങുകയാണ്. ഇന്നത്തെ കലോത്സവത്തിന് കലാപ്രേമികൾക്ക് വേണ്ടിയിട്ടും കലാകാർക്ക് വേണ്ടിയിട്ടും ഇത് ഒരുങ്ങുകയാണ്. മാത്രമല്ല, എത്തുന്ന ആസ്വാദകർക്ക് വേണ്ടിയിട്ടും. ഏകദേശം വിഭവങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. പരിപ്പ് കോരിക്കഴിഞ്ഞു, അവിയൽ തയ്യാറാവുന്നു. അങ്ങനെ സാമ്പാർ, തോരൻ. ഒരു സൈഡിൽ നിന്ന് ഇവിടെ നിന്ന് ഒന്ന് കറങ്ങി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം തയ്യാറായി കഴിഞ്ഞ് ഈ ഒരു സമയം, ഇപ്പോൾ നമുക്കറിയാം ഈ സമയം ആവുന്നേ ഉള്ളൂ, ഏകദേശം ഉച്ചയോട് അടുക്കുന്നേ ഉള്ളൂ. അപ്പോഴേക്കും തന്നെ എല്ലാ വിഭവങ്ങളും ആയിക്കഴിഞ്ഞു. ഏതാണ്ട് തലേന്ന് മുതലുള്ള ഒരുപാട് 100ഓളം പേരുടെ ശരിക്കും കഠിന പ്രയത്നത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ഈ മുന്നിൽ കാണുന്നത്. അപ്പോൾ നാളെയും ഇതുപോലെ എന്താണ് സ്പെഷ്യൽ, കലോത്സവത്തിൻ്റെ ഊട്ടുപുരയിലെ സ്പെഷ്യൽ എന്താണെന്നുള്ള അറിവുമായിട്ട് ഞങ്ങൾ പഴയടം മോഹൻ നമ്പൂതിരിയായിട്ട് തിരിച്ചെത്തുന്നതായിരിക്കും. നാളെ ഏകദേശം ഇതേ സമയത്ത് കൂടുതൽ വിവരങ്ങൾ അറിയാൻ മാതൃഭൂമി.com പരിശോധിക്കുക.